വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ ഏവരെയും ഏറെ സന്തോഷത്തോടെ യേശുനാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വചനമാണ്. വചനം ഇങ്ങനെ പറയുന്നു: വെള്ളി ഉലയിൽ ശുദ്ധി ചെയ്യുന്നതിനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും. ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. 4 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിൽ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഒരു യുവാവിൻ്റെ ഫോൺ കോൾ ലഭിക്കുകയുണ്ടായി. പാലക്കാട് ജില്ലയിലാണ്. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു യുവാവാണ് എന്നെ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. മാഡം, കുറേയേറെ സഹനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിടിച്ചു നിൽക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. എന്നെ ഒന്ന് കാണാൻ സാധിക്കുമോ? അപ്പൊ പാലക്കാട് ഒരു കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകാനുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ ഈ കോളേജിലേക്ക് ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് വീട്ടിൽ വന്ന് ഞാൻ കണ്ടുകൊള്ളാം. യുവാവിന് ഏറെ സന്തോഷമായി. ദൈവമാണ് ഈ ഒരു അവസരം എനിക്ക് തരാൻ പോകുന്നത്. എല്ലാം കൈവിട്ട് പ്രാർത്ഥനയിൽ തീഷ്ണത ഇല്ലാതെ മന്ദതയിലായിരിക്കുന്ന എനിക്ക് യേശുവിലേക്ക് കൂടുതലൊന്ന് നടക്കുന്നതിന് വേണ്ട അനുഗ്രഹത്തിനായി മാഡം പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടു. യുവാവിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? യേശുവിന് വേണ്ടി ഓടി നടന്ന് ജീസസ് യൂത്തിൻ്റെ ഭാഗമായി ശുശ്രൂഷ ചെയ്യുകയും അതല്ലാതെ യേശുവിലേക്ക് അടുത്ത് അറിഞ്ഞതിന് ശേഷം ഏറെ ആത്മാക്കളെ നേടിയെടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ പയ്യൻ ഒരാഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെടുകയുണ്ടായി. ഏറെ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്തിരുന്നിട്ടും വലിയ ഒരു ലോറിയുമായി ഇത് ഓവർടേക്ക് ചെയ്ത് വന്ന ഒരു ലോറി ഈ ബൈക്കിൽ ഇടിക്കുകയും യുവാവിന് ശരീരമാസകലം പൊട്ടലും പരിക്കും ഒക്കെ ആയിട്ട് തീർത്തും അവശ നിലയിൽ ഏറെ വേദന സഹിച്ച് 2 ഓപ്പറേഷന് ശേഷം വീട്ടില് വിശ്രമിക്കുന്ന സമയമായിരുന്നു. വീണ്ടും ഈ ഓപ്പറേഷൻ ഏകദേശം ഒന്നായതിനു ശേഷം അടുത്ത 2 ഓപ്പറേഷൻ കൂടെ കാലിന് ചെയ്യാനുള്ളതിനാൽ പരസഹായമില്ലാതെ ഒന്ന് എണീറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു യുവാവ്. ഏകദേശം 4 ദിവസത്തിന് ശേഷം കോളേജിൽ ക്ലാസ് എടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഈ പയ്യന്റെ വീട്ടിലെത്തി കാണുകയുണ്ടായി. സാമ്പത്തികമായി ഏറെ പിന്നോക്കം നീക്കുന്ന ഈ യുവാവും അമ്മയും മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് അപ്പൻ ഉപേക്ഷിച്ചു പോയതിനാൽ ഒരു ചെറിയ കുടിൽ പോലെയുള്ള വീട്ടിൽ അമ്മയും ഈ മകനും ജീവിച്ചു വരികയായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ കോളേജ് വിദ്യാഭ്യാസം ഏകദേശം പൂർത്തിയാക്കി വരുന്ന ഈ മകൻ വളരെ പേരുടെ സഹായത്തോടെ വാങ്ങിച്ച ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഏറെ ചിലവ് വരുന്നതും ഒപ്പം തന്നെ സഹനങ്ങൾ ഏറെ ഉള്ളതുമായിട്ടുള്ള അവസ്ഥയിലൂടെ പയ്യൻ കടന്നു പോവുകയാണ്. സംസാരിച്ചപ്പോൾ പയ്യൻ പറയുകയുണ്ടായി, ദൈവം എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ഞാൻ യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് വരികയായിരുന്നു. വചനമെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ചെറിയ കൂട്ടായ്മകളിൽ പ്രവർത്തിച്ചിരുന്നു. എന്നിട്ടും ഇതുപോലെ യേശുവിൻ്റെ അടുക്കൽ ഒന്ന് പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇത്രയേറെ സഹനത്തിലൂടെ എന്നെ കടത്തിവിടുമ്പോൾ കാര്യം ഞാൻ ധ്യാനങ്ങളിലും അല്ലാതെയും ഒക്കെ സഹനങ്ങളെ പറ്റി ധ്യാനിച്ചിട്ടും ഈ ഒരവസ്ഥ എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, യുവാവിൻ്റെ അടുക്കലിരുന്ന് ഏകദേശം 3/4 മണിക്കൂറോളം സംസാരിക്കുകയും
ആ സംസാരത്തിന്റെ അവസാനം പ്രാർത്ഥിച്ചു പോരുകയും ചെയ്തു. അന്ന് യുവാവ് എന്നോട് പറയുകയുണ്ടായി, മാഡം, ഇത്രയേറെ സഹിച്ചിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ജനലിൽ കൂടെ നോക്കിയാൽ കാണാവുന്ന ഒരു വിറക് പുരയിൽ കയറി മുകളിലത്തെ തട്ടിൽ വെച്ചിരുന്ന വിറക് കമ്പുകൾ താഴോട്ട് എടുത്ത വഴിയില് യാദൃച്ഛിക കയറി നിന്ന പലക പൊട്ടിപ്പോകുകയും അമ്മ നടുവടിച്ച് താഴെ വീഴുകയും ചെയ്തു. വിറക് കമ്പുകൾ ഒന്നൊന്നായി അമ്മയുടെ ദേഹത്തേക്ക് ഊർന്നു വീഴുന്ന കാഴ്ചയാണ് ഈ യുവാവ് ജനലിൽ കൂടെ കാണാനിടയായത്. പ്രിയപ്പെട്ടവരെ, പയ്യൻ പറയാണ്, എനിക്കോ സഹനമായി. എൻ്റെ അമ്മ എനിക്ക് കണ്ണെത്താവുന്ന ദൂരത്തിൽ വീണ് കിടന്ന് വിറക് കമ്പുകൾ മേളിലേക്ക് വീഴുന്ന ആ സമയത്ത് ഒന്നും ചെയ്യാൻ വയ്യാതെ നിസ്സഹായനായി ആരെങ്കിലും ഓടി വരണേ, എൻ്റെ അമ്മയൊന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കണേ എന്ന് കരയുന്ന എൻ്റെ അവസ്ഥ ദൈവം കണ്ടിട്ടുണ്ടാകുമോ? പ്രിയപ്പെട്ടവരെ, പയ്യൻ പറയുകയാണ്, ഏകദേശം 15 മിനിറ്റോളം അമ്മ കിടന്ന കിടപ്പ് കിടന്നു. കാരണം ഒരാൾ പിടിച്ചാൽ മാത്രമേ അമ്മയ്ക്ക് എഴുന്നേൽക്കാൻ സാധിക്കുണ്ടായിരുന്നുള്ളൂ. പയ്യൻ ഉറക്കെ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. ഈ അമ്മ വീണ് കിടക്കുന്ന കണ്ടപ്പോൾ ഈ പയ്യന്റെ ദുഃഖം ഏറെ വർദ്ധിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കട്ടിലില് ആ സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ പോലും തിരിയാൻ പറ്റാതെ കണ്ണീർ ധാരധാരയായി ഒഴുകി എന്ന് യുവാവ് പറയുകയാണ്. ഏകദേശം 15 മിനിറ്റിന് ശേഷം ആ വഴി കടന്നുപോയ അയൽപക്കത്തുള്ള ഒരു ഹസ്ബൻഡും വൈഫും വന്നാണ് ഈ അമ്മയെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇവിടെ നടുവ് എല്ലാം തിരുമ്മിക്കൊടുത്ത് കുറച്ച് വെള്ളം ചൂടാക്കി കൊടുത്ത് ഇവർക്ക് ഏകദേശം ആശ്വാസം ഉണ്ടാകുന്ന രീതിയിൽ ദൈവാനുഗ്രഹത്താൽ പൊട്ടലൊന്നുമില്ല, നല്ല ചതവുണ്ട്, അകത്ത് കയറ്റി കിടത്തിയിട്ട് പോയി. പയ്യൻ പറയാണ്, 2 കട്ടിലില് ഞാനും അമ്മയും കിടക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ ഒരവസ്ഥ, എൻ്റെ സഹനം ഞാൻ സഹിക്കാം, പക്ഷേ ഇങ്ങനെ നിസ്സഹായനായി ഞാൻ കിടക്കുമ്പോൾ എൻ്റെ അമ്മ കൂടെ ഇതുപോലെ കിടക്കുമ്പോൾ ഈ അവസ്ഥയിൽ കൂടെ ആരും കടന്നു പോന്നിട്ടുണ്ടാവില്ല, ഒരുപക്ഷെ നീയും കടന്നു പോയിട്ടുണ്ടാവില്ല എന്ന് ഏറെ സങ്കടത്തിൽ യുവാവ് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്നാൽ അരമണിക്കൂറിന് ശേഷം കരച്ചിലെല്ലാം അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കണമെന്നേ തോന്നിയില്ല, എങ്കിലും അടുത്തിരുന്ന ബൈബിൾ എടുത്ത് തുറക്കുകയുണ്ടായി എന്നാണ് ഈ പയ്യൻ പറയുന്നത്. ആ ബൈബിൾ ഇങ്ങനെ വായിച്ച് 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 ഒരു ചെറിയ മയക്കത്തിലോട്ട് വഴുതിപ്പോയപ്പോൾ പയ്യൻ എന്നോട് പങ്കുവയ്ക്കുകയാണ്, ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ സ്വപ്നമാണെന്നാണ് ഞാൻ കരുതിയത്. പകൽ സമയം തന്നെ കണ്ണടച്ചിരുന്നു. വലിയ ഒരു സ്ക്രീനിൽ യേശുവിൻ്റെ പീഡാനുഭവം മുഴുവനും ഇങ്ങനെ 1 by 1 ആയിട്ട് ഓരോ സീനായിട്ട് ഈ പയ്യൻ കാണുകയാണ്. അപ്പോൾ എല്ലാ സീനും ഇങ്ങനെ കണ്ട് കണ്ട് അവസാനം കുരിശിൽ യേശു കിടക്കുന്നു, കുരിശിന്റെ താഴെ ഈശോയുടെ അമ്മ നിൽക്കുന്നു. ആ ഒരു സീൻ വന്നപ്പോൾ ഇത് സ്റ്റില്ലായ പോലെ ആയി എന്നാണ് ഈ പയ്യൻ പറയുന്നത്. അസ്വപ്നമാണോ ഒരു ദർശനമാണോ എന്താണെന്ന് ഈ പയ്യന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. യേശു പറയുന്നതായിട്ട് ഈ മകൻ കേൾക്കുകയാണ്, മകനെ, നീ ഇപ്പോൾ അനുഭവിച്ച ഈ വേദന ഞാൻ അനുഭവിക്കുകയുണ്ടായി എന്ന് നീ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശു കുരിശില് അതിൻ്റെ കീഴെ നിൽക്കുന്ന അമ്മയെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വയ്യാതെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിൻ്റെ വേദന ഈ പയ്യനെ ഒരു സ്റ്റില്ലാക്കി യേശു കാണിച്ചു കൊടുത്തു. പയ്യന്റെ 2 കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കണ്ണു തുറന്നു, യേശുവെ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ സഹിച്ചിട്ടില്ലാത്ത വേദന, ഞാൻ സഹിച്ച വേദനയിലെല്ലാം യേശു അത് അപ്പാടെ സഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായി എന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ തീഷ്ണമായി ഈ പയ്യന് പ്രാർത്ഥിക്കാൻ സാധിച്ചു എന്നാണ് ഈ പയ്യൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നാം പലപ്പോഴും നമ്മുടെ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടുകളിലും സഹനങ്ങളിലും കടന്നു പോകുമ്പോൾ ചിന്തിച്ചിട്ടില്ലേ, ഇതുപോലെ ആരും സഹിച്ചിട്ടുണ്ടാവില്ല എന്ന്. എന്നാൽ ഒരു മനുഷ്യൻ സഹിക്കാവുന്ന ഏത് വേദനയും സഹിച്ചു കഴിഞ്ഞ യേശുവാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിനാൽ നാം സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ പയ്യനുമായിട്ട് സംസാരിച്ചു. ഏറെ അഭിഷേകം പങ്കുവെച്ച സമയമായിരുന്നു അത്.
അമ്മയോട് സംസാരിക്കാനിടയായി. രണ്ടുപേർക്കും ധൈര്യം യേശുവിന്റെ നാമത്തിൽ പകർന്നു കൊടുക്കാനായിട്ട് സാധിച്ചു. അതിനു മുമ്പ് തന്നെ ഈ ഒരു സീനിൽ കൂടെ പയ്യന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ സാധിച്ചിരുന്നു. പോരാ നേരത്ത് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനമാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ പങ്കുവച്ചത്. മലാക്കിയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം. നമുക്കറിയാം, വെള്ളി ചൂളയിൽ ശുദ്ധി ചെയ്യുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഉത്തരം ലഭിക്കുകയുണ്ടായി. വെള്ളിപ്പണിക്കാരന്റെ ഉലയിൽ ഇട്ടിരിക്കുന്ന വെള്ളി അതൊരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കറക്റ്റ് സമയം വെച്ചാൽ മാത്രമേ അത് ശുദ്ധമായ വെള്ളിയായി മാറുകയുള്ളൂ. ഒരു നിമിഷം അത് കഴിഞ്ഞു പോയാൽ അത് വിലകെട്ട ലോഹമായി തീരും, കരിക്കട്ടയായിട്ട് മാറും. അതിനാൽ ഉലയിൽ വെള്ളി ശുദ്ധി ചെയ്യാനിട്ടിട്ട് അല്ലെങ്കിൽ ആഭരണം ഉണ്ടാക്കിയിട്ട് വെള്ളിപ്പണിക്കാരൻ ഉപവിഷ്ടനാകുന്നത് പോലെ, അതായത് ഒരു കണ്ണുപോലും അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാതെ കറക്റ്റ് പാകമാകുമ്പോൾ അത് ശുദ്ധമായ വെള്ളിയായി എടുക്കുന്നത് പോലെ കർത്താവ് ഉപവിഷ്ടനായി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശക്തിക്ക് അതീതമായ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു സഹനവും ദൈവം തരില്ല. കാരണം ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോളറൻസ് തീരുമെന്നും നമ്മൾക്ക് എന്തുമാത്രം ഇത് പിടിച്ചു നിൽക്കാനാകുമെന്നും തീർച്ചയായും കർത്താവിന് അറിയാം. പക്ഷേ വചനം ഇങ്ങനെ കൂടെ പറയുന്നു, ലേവി പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർണം വെട്ടിത്തിളങ്ങുന്നതും വെള്ളി മിന്നി പ്രകാശിക്കുന്നതും നാം കണ്ടിട്ടില്ലേ? നല്ല ചൂടുള്ള ചൂളയിലാണ് ഇവ ചുട്ടെടുക്കുന്നത്. നാമും ഉണർന്ന് പ്രശോഭിക്കണമെങ്കിൽ സഹനമാകുന്ന ചൂളയിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകേണ്ടി വരും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകം പേർ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ പോലത്തെ ഒരു സഹനം ആരും സഹിക്കുന്നുണ്ടാവില്ല. നമ്മളുടെ അസഹനത്തിന്റെ മൂർധന്യാവസ്ഥയിൽ നാം പറഞ്ഞു നിന്നിരിക്കും, ദൈവം പോലും ഇത്രയും സഹിച്ചിട്ടുണ്ടാവില്ല എന്ന്. എന്നാൽ മനുഷ്യ സഹിക്കാവുന്ന എല്ലാ വേദനയിൽ കൂടെയും സഹനത്തിലൂടെയും കടന്നു വന്ന ഒരു യേശുവാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിനാൽ നമുക്കതിൽ ബലപ്പെടാൻ സാധിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. വീണ്ടും ഇങ്ങനെ പറയുന്നു, യെശയ്യായുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം. ചൂളയിൽ എന്ന പോലെ ഉരുക്കി നിന്നെ ശുദ്ധി ചെയ്യും, നിന്നിൽ കലർന്നിരിക്കുന്ന വിലകെട്ട ലോഹം ഞാൻ നീക്കിക്കളയും. നമ്മളിൽ എന്തെങ്കിലും വിലകെട്ട ലോഹം ഉണ്ടെങ്കിൽ നാം കുറച്ചുകൂടെ യേശുവിനേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നമ്മെ ശുദ്ധി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ സഹനങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും എന്നറിഞ്ഞാൽ അതിൻ്റെ നേരെ ഒരിക്കലും നാം പരാതിപ്പെടുകയില്ല. തീർച്ചയായിട്ടും ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം പങ്കുവയ്ക്കുന്നുണ്ടെങ്കിൽ, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സഹനത്തിന്റെ കഥയുണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല താനും. പ്രിയപ്പെട്ടവരെ, ഈ പയ്യൻ പറയുകയാണ്, ആ കിടന്ന കിടപ്പിൽ അന്ന് തുടങ്ങി കർത്താവ് ഈ സീൻ കാണിച്ചു കൊടുത്തതിന് ശേഷം യാതൊരു പരാതിയും ഉണ്ടായിട്ടില്ല. അതുവരെ ഉണ്ടായിരുന്ന ചിന്ത, കർത്താവെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഈ അവസ്ഥ വന്നത്? എന്നാൽ ആ കുരിശു രൂപത്തിലേക്ക് നോക്കി തിരിച്ചാ രൂപം നമ്മളോട് സംസാരിക്കുന്ന പോലെ തോന്നിയത്രേ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കുരിശിൽ കിടന്നത്? പ്രിയപ്പെട്ടവരെ, തെറ്റിന്റെ ഫലമായിട്ടല്ല നമ്മൾ അനുഭവിക്കുന്ന കുരിശുകളെന്ന് യേശു വ്യക്തമാക്കുകയാണ്. ഒരുപാട് ആൾക്കാരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് സഹനങ്ങളെല്ലാം മാറ്റേണ്ടത് എന്നതിനാൽ ഈ പയ്യൻ പറയുകയാണ്, 24 വയസ്സ് പ്രായമുള്ള പയ്യൻ പറയുകയാണ്, സഹനങ്ങളെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്നതിൻ്റെ ഉൾക്കാഴ്ച ലഭിച്ചതിന് ശേഷം സഹനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ എനിക്ക് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുഃഖങ്ങളിലൂടെ പാടിലൂടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അനേകർ ഇത് കേൾക്കുന്നുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ശുദ്ധി ചെയ്തെടുത്ത് മിന്നി പ്രകാശിച്ച് അനേകം പേർക്ക് അഭിഷേകമാക്കാനായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഈ സഹനങ്ങൾ നമ്മൾ കൂട്ടിവെക്കാനായിട്ട് സാധിക്കട്ടെ. ഇതിലും ക്ലൈമാക്സ് ആയിട്ട് വരുന്നത്, ഈ പയ്യൻ സംസാരിക്കുകയുണ്ടായി, ഇത്രയേറെ സഹനത്തിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു സമയം, ആദ്യമെല്ലാം ആക്സിഡന്റ് കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുമ്പോൾ
ഒരുപാട് ആൾക്കാർ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. വേദനകളിൽ നിന്നെല്ലാം ഒരു ഡൈവേർഷൻ കിട്ടും, അതേപ്പറ്റി ചിന്തിക്കാറില്ല. എന്നാൽ ഏകദേശം 2 ആഴ്ചയായി 3 ആഴ്ചയായി ആളുകളുടെ എണ്ണം കുറഞ്ഞു, വന്നിരുന്ന് സംസാരിക്കുന്ന സമയം കുറഞ്ഞു. വീണ്ടും പരാതി ഉള്ളിലേക്ക് വരികയായി. യേശുവിനോട് ചോദിച്ചു, കർത്താവെ, എന്നെ വളരെ പേര് വന്ന് കണ്ട് ആശ്വസിപ്പിക്കുകയുണ്ടായല്ലോ. അപ്പോൾ എൻ്റെ വേദനയ്ക്ക് നല്ല കുറവുണ്ടായി. ഇപ്പം ആരുമില്ലാതായിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഒരു ദിവസം യേശുവിൻ്റെ സ്വരം ഈ പയ്യൻ കേട്ടു അത്രേ. നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും നിനക്ക് സംസാരിക്കാനും ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ നീ എന്നോടോ ഞാൻ നിന്നോടോ സംസാരിക്കാറില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, വലിയ ഒരു ഉൾക്കാഴ്ച ലഭിച്ച ഒരു സെന്റൻസ് ആയിരുന്നു അത്. നിന്നെ അധികം ആൾക്കാർ വരികയും നീ അവരോടും അവർ നിന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് നിന്നോടും നിനക്ക് എന്നോടും സംസാരിക്കാൻ സാധിക്കുന്നില്ലായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ നീ എന്നോട് സംസാരിക്കുകയും ഞാൻ തിരിച്ച് നിന്നോട് സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചുറ്റിനിൽ നിന്ന് ആശ്വസിപ്പിക്കുമ്പോൾ, ഏറെ പേര് സാന്ത്വനം പകരുമ്പോൾ നാം ദൈവത്തെ തേടാൻ മടിക്കുകയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഒറ്റപ്പെടലും ഏകാന്തതയും എല്ലാം നമുക്ക് അനുഭവിക്കുന്നത്. ആരെല്ലാം ചുറ്റിനുമുണ്ടെങ്കിലും യേശുവിന് 1-ാം സ്ഥാനം കൊടുക്കണം. യേശുവുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. യേശു പറയുന്നത് കേൾക്കാനും നമുക്ക് സാധിക്കണം. ഇത് സാധിക്കണമെങ്കിൽ ചുറ്റിനുമുള്ള എല്ലാ സെൻസേഷനും ഒരു പരിധിവരെ കുറയ്ക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇതൊരു ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. യേശുവിനോട് സംസാരിക്കാൻ നാം തിരക്കിനിടയിൽ സമയം കണ്ടെത്താറുണ്ടോ? മറ്റുള്ളവരോട് സംസാരിച്ച് പ്രാർത്ഥനയുടെ സമയം പോകാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, സംസാരം കുറയ്ക്കുകയും അത് ദൈവത്തോടാകുകയും ചെയ്താൽ മാത്രമേ ദൈവം സംസാരിക്കുന്നത് കേൾക്കാൻ നമ്മൾക്ക് സമയം ലഭിക്കുകയുള്ളൂ. വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട വചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം. 1 കൊറിന്തോസ് 10-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതൊരു പാക്കേജാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട, ഇതാരും അറിയുന്നില്ല, ഇതിൽ കൂടെ എങ്ങനെ കടന്നു പോകും, ഇതിനെന്താണ് ഒരു അവസാനം. ഇതെല്ലാം ദൈവം കണ്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നാം ഇപ്പോഴത്തെ കാര്യത്തെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. എന്നാൽ ദൈവം നമ്മുടെ ജീവിത അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നു. അതെപ്പം പരിഹരിക്കണമെന്നും എങ്ങനെ പരിഹരിക്കണമെന്നും ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്, പ്ലാനുണ്ട്. നാം വെറുതെ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. സഹനങ്ങളെല്ലാം അനേകം ആൾക്കാരുടെ രക്ഷയ്ക്കായിട്ട് നാം കാഴ്ചവെക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 4-ഉം 5-ഉം തിരുവചനങ്ങൾ. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശയിലേക്ക് വളരാനായിട്ട് സഹായിക്കുന്നതാണ് ഓരോ സഹനവും എന്ന് നാം മനസ്സിലാക്കണം. ഓരോ സഹനവും അതിജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ കരം പിടിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആത്മധൈര്യം ലഭിക്കുകയാണ്. ആ ആത്മധൈര്യമാണ് നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നത്. ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴി ആത്മഹത്യ ശ്രമം നടത്തിയ ഒരമ്മയെയും അമ്മയുടെ 2 മക്കളെയും സന്ദർശിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോകുമ്പോൾ, സഹനങ്ങൾ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾക്ക് ജീവിതവും ജീവനും ഒക്കെ അവസാനിപ്പിച്ച് കളയാമെന്ന് തോന്നുന്നത്. എന്നാൽ പ്രത്യാശയുള്ളവർ ഒരിക്കലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സഹനത്തെ പ്രത്യാശയോടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വചനങ്ങളിൽ അഭിമാനിക്കാൻ സാധിക്കണം, ആശ്വാസം കണ്ടെത്താൻ സാധിക്കുകയും വേണം. ഇനിയും വീണ്ടും പറയുന്നു, 5-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരിക്കലും നിരാശ തരുന്നത് ദൈവമല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രത്യാശയുള്ളവരായി നമുക്ക് മുന്നേറാൻ സാധിക്കും. മറ്റൊരു വചനം ഇങ്ങനെ പറയുന്നു, ഹെബ്രായർ 4-ാമത്തെ അധ്യായം 15-ാമത്തെ വചനം,
നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. മനുഷ്യ ജന്മമെടുത്ത യേശു നാം ഇന്ന് എന്തെല്ലാം അവകാശപ്പെട്ടാലും ഈ പറഞ്ഞ എല്ലാ സഹനങ്ങളിലൂടെയും കടന്നുപോയിട്ടുള്ള വ്യക്തി തന്നെയാണ്. സൽപ്പേരിന് കളങ്കം വന്നിട്ടുണ്ടായിരിക്കാം, ഒറ്റപ്പെടലിൽ കൂടെ കടന്നുപോയിട്ടുണ്ടായിരിക്കാം, അപമാനിതനായിട്ടുണ്ടാവാം, കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റാരോപിതനായിട്ടുണ്ടാവാം. ഇതെല്ലാം അനുഭവിച്ച് കടന്നുപോയ ഒരു വ്യക്തിയല്ലേ യേശു. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ സഹനങ്ങൾ തുലോം നിസ്സാരമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും 1 പത്രോസ് 4-ാമത്തെ അധ്യായം 1-ാം വചനം ഇങ്ങനെ പറയുന്നു: ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവർ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. തീർച്ചയായും രോഗബാധിതരായ ഒരുപാട് വ്യക്തികളെ ദിവസവും കാണുകയും ഫോൺ വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശരീരത്തിൽ വേദന സഹിക്കാൻ വയ്യാതെ ഈ സഹന തീച്ചൂളയിൽ കടന്ന് പിടയുന്ന പോലെയുള്ള മനുഷ്യരെ കാണുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: പാപത്തോട് വിടവാങ്ങാനായിട്ട് ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു എന്നാണ് പറയുക. ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാര് ഇത് കേൾക്കുന്നുണ്ടാകാം, രോഗികളായി ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് താങ്ങാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ദൈവത്തിൽ വിശ്വസിക്കുക, ആശ്രയിക്കുക, പ്രത്യാശയോടെ കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. വീണ്ടും പറയുന്നു, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാം വചനം ഇങ്ങനെ പറയുന്നു: നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ തുലോം നിസ്സാരമാണ്. പ്രിയപ്പെട്ടവരെ, മക്കളെക്കുറിച്ചുള്ള ആവലാതിയും ആകുലതയുമായിരിക്കാം, വഴിതെറ്റിപ്പോകുന്ന കുടുംബാംഗങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കാം, ശരീരത്തിലെ രോഗമായിരിക്കാം, മറ്റു പല കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയായിരിക്കാം. ഒരു നിമിഷം പോലും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളെല്ലാം നമുക്ക് വഴികാട്ടിയാകട്ടെ. കർത്താവ് വെള്ളി ശുദ്ധി ചെയ്യുന്ന വെള്ളിപ്പണിക്കാരനെ പോലെ പുരുഷനാകും. അവിടുത്തെ കണ്ണുകൾ നമ്മുടെ മേലുണ്ട്. കർത്താവ് ഒന്നും കാണാതെ പോകുന്നില്ല, ഒന്നും കേൾക്കാതെ പോകുന്നില്ല. തക്ക സമയത്ത് ഇടപെടുക തന്നെ ചെയ്യും എന്ന് ഈ വചനം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. വീണ്ടും സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 4 തുടങ്ങി 5 വരെയുള്ള വചനങ്ങൾ. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത കൈവെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ തീച്ചൂളയിൽ ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരും. നാം സഹനത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്വീകാര്യരായ മനുഷ്യരാണ് നാം. നമ്മളുടെ വിലകെട്ട ലോഹത്തെ എടുത്തു മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇങ്ങനെ നമ്മെ ശുദ്ധി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ചിന്തകളെല്ലാം ഏകദേശം ഒന്ന് ക്രോഡീകരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാകും, ലോകത്തിൽ 2 രീതിയിൽ സഹനത്തെ നമുക്ക് നോക്കിക്കാണാം. ഒന്ന് കൃപയ്ക്കുള്ള വഴിച്ചാലുകളാക്കി കാണാം, ഒന്ന് നിരാശയിലേക്ക് പോകാനുള്ള ഉപകരണങ്ങളാക്കി നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിന്ന് നമ്മുടെ സഹനങ്ങളെ യേശുവിന്റെ കൈകളിലേക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടക്കാം. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ശക്തനായ യേശുവെ, ഈ സമയം വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനെ കുറിച്ച് ഓർത്ത് സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഈശോയെ, രോഗത്താൽ വലയുന്നവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളിൽപ്പെട്ടവരുണ്ട്, മക്കളെക്കുറിച്ചും മറ്റു കുടുംബാംഗങ്ങളെക്കുറിച്ചും ഓർത്ത് വേദനിക്കുന്നവരുണ്ട്. കർത്താവെ, വളരെയേറെ ശരീരത്തിൽ സഹിക്കുന്നവരുണ്ട്. വർഷങ്ങളായി കർത്താവെ നിരാശയുടെ പടുകുഴിയിലേക്ക് കടക്കാൻ തക്ക രീതിയിൽ നിൽക്കുന്നവരുണ്ട്. കർത്താവെ, ഈ വചനങ്ങളെല്ലാം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും, ഞങ്ങളുടെ പാതയിൽ പ്രകാശമാകാൻ തക്ക രീതിയിൽ കർത്താവെ അങ്ങ് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മനസ്സിലാകുലതയും ഉത്കണ്ഠയും ദുഃഖവും കണ്ണീരൊഴുകി ഇറങ്ങുന്നതായിട്ടുള്ള അവസ്ഥയും കണ്ണീർ ചാലുകൾ ഉണ്ടായിട്ടുള്ളതായ മക്കളെ കർത്താവെ അങ്ങ് കാണുന്നുവല്ലോ. ഈശോയെ, അവരെ ബലപ്പെടുത്തണമേ, ധൈര്യപ്പെടുത്തണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനാൽ അവരിലേക്ക് പ്രത്യാശയുടെ അനുഗ്രഹങ്ങൾ ധാരാളമായി വർഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, സഹനത്തിന്റെ തീച്ചുളയിലൂടെ കടന്നുപോയ അങ്ങയുടെ കൈ പിടിക്കാൻ
തക്ക രീതിയിൽ സഹിക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല മാലാഖമാരെ, വിശുദ്ധരെ, ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ സഹനങ്ങളെല്ലാം നമുക്ക് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്ത് പ്രത്യാശയിൽ നിറയാനായി ഈ സമയം ഉള്ളിൽ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ നാഥൻ ഒലിവമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.